നമസ്കാരം, ഞാൻ രവീന്ദ്രൻ ആശാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കളരിപ്പയറ്റിൽ, അതായത് തെക്കൻ കളരിപ്പയറ്റിലെ ആദ്യത്തെ ആശാനെക്കുറിച്ചാണ്. ആദ്യത്തെ ആശാൻ നാമധാരിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു അതങ്കോട് ആശാൻ എന്നാണ്. നിലന്തരുവീർ പാണ്ഡ്യൻ അവൈത് അതങ്കരേ നാവിൽ നാൻമറൈ മുറ്റിയ അതങ്കോടാശാൻ കുരു തപ തെരിന്ത്. അതായത് നിലന്തരുവീർ പാണ്ഡ്യൻ്റെ രാജസദസ്സിൽ 4 വേദത്തെയും സ്വാംശീകരിച്ചവനും അതങ്കോട് എന്ന ദേശനാമത്താൽ അറിയപ്പെട്ടിരുന്നവനുമായ അതങ്കോടാശാൻ ജീവിച്ചിരുന്നു. ഇത് തൊൽക്കാപ്യത്തിലെ വാചകമാണ്. തൊൽക്കാപ്യത്തിലെ മുഖവുരയിലും അതങ്കോടാശാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തൊൽക്കാപ്യം സഭയിൽ അവതരിപ്പിച്ചത് അതങ്കോടാശാൻ്റെ അനുവാദത്തോടു കൂടി എന്നാണ്. ഈ നിരന്തരുവീർ പാണ്ഡ്യൻ നെടുഞ്ചേഴിയൻ്റെ പൂർവികനും മാറവർമ്മൻ അതികേസരിയുടെ പുത്രനുമാണ്. നിരന്തരുവീർ പാണ്ഡ്യൻ്റെ കാലം AD 150-നും 350-നും ഇടയ്ക്കാണ്. അതായത് അതങ്കോടാശാനും തൊൽക്കാപ്പി എഴുതിയ തൊൽക്കാപ്പിയരും ജീവിച്ചിരുന്നത് AD 150-നും 350-നും ഇടയ്ക്കെന്നാണ്. ഇത് തെളിവോടുകൂടി പറയുന്നുണ്ട്. ഈ അതങ്കോടെന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിൽ കുഴിത്തറ എന്ന സ്ഥലത്തിന് 2 കിലോമീറ്റർ മാറി അതങ്കോടെന്നും സൂര്യമുക്കെന്നും ഇരുകൈവിള എന്നും അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ അതങ്കോടാശാൻ്റെ ജീവിച്ചിരുന്ന സ്ഥലം. അവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് കാപ്പിക്കാട്. ഈ കാപ്പിക്കാടാണ് തൊൽക്കാപ്യത്തിൻ്റെ രചയിതാവായ തൊൽക്കാപ്യർ ജീവിച്ചിരുന്നത്. തൊൽക്കാപ്യം തമിഴിലെ വ്യാകരണ ഗ്രന്ഥമാണ്. അപ്പോൾ ഈ അതങ്കോടാശാനും മറ്റുള്ള ആശാന്മാരെല്ലാം ദേശനാമത്താലാണ് അറിയപ്പെടുന്നത്. ആശാൻ എന്ന് പഴയ കാലത്ത് അറിയപ്പെടണമെങ്കിൽ എല്ലാ വിദ്യകളും, അതായത് ചികിത്സ, കളരിപ്പയറ്റ്, വേദാന്തം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും വിശാലമായ അറിവുണ്ടെങ്കിൽ മാത്രമേ അവരെ ആശാൻ എന്നറിയപ്പെടുകയുള്ളൂ. വാഹനനിദാനത്തിലും മർമ്മസൂത്രത്തിലുമൊക്കെ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്കോടാശാൻ എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിലെ കളരിപ്പയറ്റിലെ ആദ്യത്തെ ആശാൻ നാമധാരിയാണ്. ആദ്യത്തെ ആശാൻ നാമധാരി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗുരുവാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന യാഥാർത്ഥ്യമാണ്, അല്ലാതെ കൽപ്പിത കഥയിലെ കഥാപാത്രമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വിശദമായിട്ടുള്ള ഒരു പഠനം ശ്രീ അൻപയ്യ രചിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് അതങ്കോടാശാൻ തിരുവടി വപ്പല്ലാണ്ടെന്നാണ്. ഡോക്ടർ ഗോപിനാഥ് രചിച്ചിട്ടുള്ള തൊൽക്കാപ്യത്തിലെ മലയാളം എന്ന ഗവേഷണ ഗ്രന്ഥത്തിലും അതങ്കോടാശാനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഗുരു, ആദ്യത്തെ ആശാൻ എന്ന് അറിയപ്പെടുന്ന അതങ്കോടാശാനാണ്. എൻ്റെ ഈ ലഘു വീഡിയോ ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.